friends, welcome to my channel. I am Shafita. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാലി പ്രൈം 4.1 ലെ പർച്ചേസ് ആൻഡ് സെയിൽസ് എങ്ങനെ പോസ്റ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ടാലി പ്രൈം 3.0 നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. എന്നാലും നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പർച്ചേസും സെയിലും ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ടാലി പ്രൈം 4.1 ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കമ്പനീനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൗച്ചേഴ്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ പർച്ചേസ് വൗച്ചർ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ നമുക്ക് GST രജിസ്ട്രേഷൻ എന്ന് കാണാൻ പറ്റും. അതായത് നമ്മൾ ഈ ഒരു കമ്പനിയിൽ 2 രജിസ്ട്രേഷൻ ആണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് കേരള രജിസ്ട്രേഷൻ ഉണ്ട്, അതുപോലെ തന്നെ കർണാടക രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വൗച്ചേഴ്സിൽ പർച്ചേസ് ഓപ്പൺ ആയി കിടക്കുന്നത് കർണാടക രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ അത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിൽ കമ്പനി രജിസ്ട്രേഷൻ എന്നുള്ളത് കാണാം, കമ്പനി ടാക്സ് രജിസ്ട്രേഷൻ. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 2 രജിസ്ട്രേഷനും കാണാൻ പറ്റും. അതിന്റെ GST IN നമ്പറൊക്കെ ഇവിടെ കാണാം. അപ്പോൾ ഞാനത് കേരള രജിസ്ട്രേഷൻ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കൊടുക്കാനുള്ളത് സപ്ലയർ ഇൻവോയ്സ് നമ്പർ ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു ബിൽ നമ്പർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ദെൻ ഡേറ്റ് അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്, വൗച്ചർ ഡേറ്റ്. ഇനി നമുക്ക് പാർട്ടി അക്കൗണ്ട് നെയിം ആണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇവിടെ പാർട്ടിനൊന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പുതിയൊരു പാർട്ടിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാർട്ടിയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ അതിന്റെ ഗ്രൂപ്പ് വരുന്നത് സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്, ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റേറ്റ് നമ്മളിവിടെ കേരളത്തിൽ തന്നെയാണ് പർച്ചേസ് ചെയ്യണത്. അപ്പോൾ കേരളം തന്നെയാണ്, സ്റ്റേറ്റ് ഞാൻ മാറ്റിയിട്ടില്ല. രജിസ്ട്രേഷൻ ടൈപ്പ് റെഗുലർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പാർട്ടിയുടെ GST IN നമ്പർ നമ്മളിവിടെ കൊടുക്കണം. GST IN നമ്പർ കൊടുക്കാൻ നമ്മളൊരു പാർട്ടിയുടെ അടുത്ത് നിന്ന് പർച്ചേസോ അല്ലെങ്കിൽ സെയിലോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് റിപ്പോർട്ടിലേക്ക് വരില്ല. അപ്പോൾ നിർബന്ധമായിട്ട് GST നമ്പർ കൊടുക്കണം. ഇനി നമുക്ക് എൻ്റർ ചെയ്ത് വരാം. ഇനി പർച്ചേസ് ലെഡ്ജർ നമ്മൾ ഓൾറെഡി പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലെഡ്ജർ ക്രിയേഷന്റെ വീഡിയോ നമ്മൾ ചെയ്ത പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. നെയിം ഓഫ് ഐറ്റംസും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കമ്പനിയിൽ. അപ്പോൾ ആ ഐറ്റം തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ക്വാണ്ടിറ്റി നമുക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 20 ആണ് ക്വാണ്ടിറ്റി ആയി കൊടുത്തിട്ടുള്ളത്. റേറ്റ് നമ്മൾ പർച്ചേസ് പ്രൈസ് ഒന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിവിടെ ഒരു റേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വിൻഡോ കാണാം. അപ്പോൾ ഈ വിൻഡോയിൽ നമുക്ക് GSTയുടെ റേറ്റ് അതുപോലെ തന്നെ HSN ഡീറ്റെയിൽസ് ആണ്. എല്ലായിടത്തും വരുന്നതാണ്. അപ്പോൾ കമ്പനി ലെവലിലാണെങ്കിൽ കമ്പനി ലെവലിൽ കൊടുക്കാം. അതുപോലെ സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് ഇയർ കൊടുത്ത് നമുക്ക് പുതിയ റേറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഈ ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് റേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഐറ്റം ലെവലിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ HSN ഓർ SAC ഡീറ്റെയിൽസിലും ഞാൻ ഐറ്റം ലെവലിൽ അതിൻ്റെ HSN കോഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതും ഞാൻ ഐറ്റം ലെവലിലുള്ളതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഐറ്റം സെലക്ട് ചെയ്യാം. വാഷിംഗ് മെഷീൻ ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. റേറ്റും ഞാനൊരു റേറ്റ് കൊടുക്കുന്നുണ്ട്. ഇതിലും ഇതേ വിൻഡോ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ പുതിയ റേറ്റ് കാര്യങ്ങൾ കൊടുക്കാനാണെങ്കിൽ സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് ഇയർ എടുക്കാം. അപ്പോൾ ഇതിലും ഞാൻ ഐറ്റം ലെവലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ടാക്സബിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. HSN ഓർ SAC ഡീറ്റെയിൽസിൽ ഞാനവിടെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിൽ ടാക്സ് കൊടുക്കണം. അപ്പോൾ ഇൻപുട്ട് CGST SGST ആണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ 2 അക്കൗണ്ട് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് എൻഡ് ഓഫ് ലിസ്റ്റിൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ നമുക്ക് ഇൻപുട്ട് CGST കൊടുക്കാം. അതിന്റെ ഗ്രൂപ്പ് വരുന്നത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ്. അപ്പോൾ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് എന്നുള്ള ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ടാക്സ് GST എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ടാക്സ് ടൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ ടാക്സ് ടൈപ്പ് ഇതിൽ CGST ഉണ്ട്, അതുപോലെ SGST ഓർ UTGST ഉണ്ട്, സെസ് ഉണ്ട്, ഇന്റിഗ്രേറ്റഡ് ഉണ്ട്, IGST ഉണ്ട്. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കണം. അപ്പോൾ CGST ആയതുകൊണ്ട് തന്നെ ഇതിന്റെ CGST തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി പെർസെൻറ്റേജ് നമുക്ക് ഇവിടെ കൊടുക്കണമെങ്കിൽ കൊടുക്കുക. അപ്പോൾ ഞാനത് കൊടുക്കുന്നില്ല. പല റേറ്റുകൾ വരുമ്പോൾ നമുക്ക് ഓരോ അക്കൗണ്ടുകൾ വേറെ വേറെ ഉണ്ടാക്കേണ്ടി വരും. ഇനി അടുത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനുള്ളത് ഇൻപുട്ട് SGST ആണ്. അപ്പോൾ എമൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇൻപുട്ട് SGST എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. ദെൻ ഗ്രൂപ്പ് വരുന്നത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് തന്നെയാണ്. ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ടാക്സ് GST. ടാക്സ് ടൈപ്പ് ഇവിടെ മാറും. SGST ഓർ UTGST കാണാം. അതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് സേവ് ചെയ്യാം. അപ്പോൾ ഇവിടെ എമൗണ്ടുകൾ 2ന്റെയും ഈക്വൽ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഓരോ ഐറ്റത്തിന്റെയും GST റേറ്റ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ടാക്സ് അനലൈസിസ് നോക്കിയാൽ മതി. Alt A ആണ് ടാക്സ് അനലൈസിസിന്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പർച്ചേസിനെ സേവ് ചെയ്യാം. അപ്പോൾ പർച്ചേസ് ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒരു സെയിലും കൂടി ചെയ്ത് നോക്കാം.
അപ്പോൾ ഇവിടെ നിന്ന് തന്നെ F8 സെയിൽസ് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് വൗച്ചർ ഓപ്പൺ ആയിട്ട് വരും. അതിന് നമ്മൾ GST രജിസ്ട്രേഷൻ കർണാടക തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് മാറ്റി കൊടുക്കാം. കേരള രജിസ്ട്രേഷൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ റെഫറൻസ് നമ്പർ നമുക്കിവിടെ കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ പാർട്ടി അക്കൗണ്ട് നെയിം നമുക്കിവിടെ ഒരു കസ്റ്റമർ ഉണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഗ്രൂപ്പ് സൺട്രി ഡെപ്റ്റേഴ്സ് ആണ് ഗ്രൂപ്പ്. അപ്പോൾ ഗ്രൂപ്പ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ കേരളത്തിൽ തന്നെയാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്റ്റേറ്റ് മാറ്റിയിട്ടില്ല. ഇനി GST IN നമ്പർ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സേവ് ചെയ്യാം. ഇനി സെയിൽസ് ലെഡ്ജർ ഓൾറെഡി നമ്മൾ സെയിൽ അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. നെയിം ഓഫ് ഐറ്റം നമ്മൾ ഐറ്റം തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്വാണ്ടിറ്റി അതുപോലെ തന്നെ റേറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ഐറ്റം ലെവലിൽ ഓൾറെഡി റേറ്റും HSN ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരെ നമ്മൾ പർച്ചേസ് എങ്ങനെ ചെയ്ത് അതുപോലെ തന്നെയാണ് അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ഐറ്റം ക്വാണ്ടിറ്റി റേറ്റ്. ഇതിൽ നമ്മൾ ഐറ്റം ലെവലിൽ GST റേറ്റും HSN ഡീറ്റെയിൽസ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അവിടെ ഒന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിവിടെ സ്പെസിഫൈ ഡീറ്റെയിൽസ് ഇയർ കൊടുത്തിട്ട് നമുക്ക് റേറ്റും അതുപോലെ തന്നെ HSN കോഡൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി നമുക്കിതിൽ ടാക്സ് കൊടുക്കണം. അപ്പോൾ ഔട്ട്പുട്ട് CGST ആണ് ഇവിടെ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഔട്ട്പുട്ട് CGST കൊടുക്കുന്നുണ്ട്. ഗ്രൂപ്പ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് നമ്മൾ ഇൻപുട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അതുപോലെ തന്നെയാണ്. ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ടാക്സ് GST, ടാക്സ് ടൈപ്പ് CGST ആക്സെപ്റ്റ് ചെയ്യാം. അടുത്തത് ഔട്ട്പുട്ട് SGST. സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നത് നമുക്ക് റിപ്പോർട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ടാക്സിൻ്റെ ടൈപ്പ് ഇവിടെ വരുന്നത് SGST ഓർ UTGST സെലക്ട് ചെയ്തു, ആക്സെപ്റ്റ് ചെയ്തു. RTA കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിൻ്റെ സെപ്പറേറ്റ് GST എമൗണ്ട് എത്രയാണെന്നുള്ളത് കാണാൻ പറ്റും. എന്നിട്ട് സേവ് ചെയ്യാം. അപ്പോൾ ഇവിടെ സെയിലും നമ്മൾ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റിപ്പോർട്ടാണ് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോണത് GST റിപ്പോർട്ടാണ്. അപ്പോൾ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ നിന്ന് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് ഓപ്പൺ ചെയ്യുക. അതിൽ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സിൽ GST റിപ്പോർട്ട്സ് ഉണ്ടായിരിക്കും. അതിൽ നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്ന ട്രാക്ക് GST റിട്ടേൺ ആക്ടിവിറ്റീസ് എന്നുള്ള ഓപ്ഷനാണ്. ഇത് പുതിയതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 2 രജിസ്ട്രേഷനും കാണാം. അപ്പം നമ്മൾ ചെയ്തിട്ടുള്ള ഏത് രജിസ്ട്രേഷൻ ആണോ അതിൽ വന്നിട്ടുണ്ടാവും യെസ് ആയിട്ട് കിടക്കും. അല്ല നമ്മൾ ചെയ്യാത്ത ആക്ടിവിറ്റീസ് ആണ് നോ ആയിട്ട് കിടക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോണത് GSTR 1 ആണ്. നമ്മുടെ മൊത്തം സെയിൽസിന്റെ റിപ്പോർട്ടാണ് GSTR 1 ഉണ്ടായിരിക്കുക. അപ്പൊ അതിൽ കിടക്കുന്നത് ഓൾ രജിസ്ട്രേഷൻ ആണ്. രണ്ടിന്റെയും കൂടിയാണ്. അപ്പൊ ഒന്നിനെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കത് എന്ത് ചെയ്യാം, കേരള രജിസ്ട്രേഷൻ ആക്കി മാറ്റാം. അപ്പൊ അതിൽ ഏറ്റവും താഴെ കിടക്കുന്ന എമൗണ്ട് കാണുന്നുണ്ടല്ലോ, P2B ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടാക്സബിൾ എമൗണ്ട്, നമ്മൾ സെയിൽസിന്റെ എമൗണ്ട് ആണ്. അതിൽ CGST SGST ആണ് വന്നിട്ടുള്ളത്. ടാക്സ് എമൗണ്ടും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻവോയ്സ് എമൗണ്ട്, ടാക്സും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഇൻവോയ്സ് എമൗണ്ടും അതിൽ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോണത് GSTR 3B ആണ്. ഇത് രണ്ടും കൂടി ഉണ്ടാവും 3Bയിൽ. അത് നമ്മുടെ ഇൻപുട്ടും ഉണ്ടാവും ഔട്ട്പുട്ടും ഉണ്ടാവും. പർച്ചേസും സെയിലും കൂടിയിട്ടാണ് അതിൽ കാണിക്കാം. അപ്പൊ അതും ഞാൻ കേരള രജിസ്ട്രേഷൻ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ടോപ്പിൽ കിടക്കുന്നത് നമ്മുടെ സെയിൽസിന്റെ തന്നെയാണ്, സെയിൽസിന്റെ റിപ്പോർട്ടാണ് കാണിക്കുന്നത്. താഴെ കാണിക്കുന്നതാണ് നമ്മുടെ പർച്ചേസിന്റെ റിപ്പോർട്ട്, അതായത് പർച്ചേസിന്റെ എമൗണ്ട്. അപ്പോൾ അതിൽ പർച്ചേസിന്റെ ടാക്സ് എത്രയാണെന്നുള്ളതും മൊത്തം ടാക്സ് എമൗണ്ടും ആണ് കാണിക്കുന്നത്. അതായത് ടാക്സബിൾ എമൗണ്ട് ഒന്നും ഇതിൽ കാണിക്കണില്ല. ഇനി ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ ആ നാച്ചർ വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൽ ടോപ്പിൽ ഔട്ട്പുട്ടും താഴെയുള്ളത് ഇൻപുട്ടാണ്. അതിലെ ടോട്ടൽ ലാബിലിറ്റിയുടെ നേരെ കാണിക്കുന്ന ടാക്സ് എമൗണ്ട് ആണ് ഔട്ട്പുട്ട് ടാക്സ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് കാണിക്കുന്നതിലുള്ള ടാക്സ് എമൗണ്ട് ആണ് ഇൻപുട്ട് ടാക്സ്. അപ്പൊ ഇവിടെ ഇൻപുട്ട് ടാക്സ് ആണ് കൂടുതൽ, ഔട്ട്പുട്ട് കുറവാണ്. അപ്പൊ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നോക്കി വെച്ചാൽ മതി. അപ്പൊ നമുക്ക് മനസ്സിലാവും പേയബിൾ ആണോ റീഫണ്ടബിൾ ആണോ എന്നുള്ളത്. ഇനി ഇതിൽ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഫയലിംഗ് ചെയ്യാൻ പറ്റും. അതിൽ കണ്ടോ ഓപ്പൺ GST പോർട്ടൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ റൈറ്റ് സൈഡിലുണ്ട്. ഇനി നമ്മൾ ആ ഡിഫറൻസ് എമൗണ്ട് നോക്കി വെച്ചിട്ട് എന്ത് ചെയ്യാം, ബാലൻസ് ഷീറ്റിൽ വന്ന് നോക്കാം. അപ്പൊ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിലെ എമൗണ്ട് നോക്കിയാൽ മതി. ഇപ്പൊ മൈനസ് ആയിട്ടാണ് ഇവിടെ എമൗണ്ട് കാണിക്കുന്നത്. കാരണം ഇത് റീഫണ്ട് ആയതുകൊണ്ടാണ്. അതായത് ഇൻപുട്ട് ആണ് കൂടുതൽ, ഔട്ട്പുട്ട് കുറവാണ്. അപ്പൊ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിന്റെ എമൗണ്ട് ഇവിടെ കാണിച്ചു തരും. ഇൻപുട്ട് CGST എത്രയാണെന്നും SGST അതുപോലെ ഔട്ട്പുട്ടിന്റെയും കാണിക്കും.
അപ്പോൾ ഇതിൽ നമുക്ക് കാണാം ഔട്ട്പുട്ട് കുറവാണ്, ഇൻപുട്ടാണ് കൂടുതൽ. അപ്പോൾ ഇത്രയാണ് നമ്മൾ റിപ്പോർട്ടിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സെറ്റ് ഓഫ് ഒക്കെ എങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയും നമ്മൾ ഇന്ന് പറയുന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചോളും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാലിയിലെ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.